ഹായ് ഗൈസ്, ഞാനിന്ന് ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്ററായ എലമെൻ്ററി ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഇവിടെ ഈ ചാപ്റ്ററിൽ നമ്മൾ 4 തരം ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഒന്ന് ദ കോംപ്ലെക്സ് എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻ, രണ്ട് എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻ്റെ ഇൻവേഴ്സായ ലോഗരിതമിക് ഫങ്ഷൻ, അപ്പോൾ അത് ഇവിടെ കോംപ്ലെക്സ് ലോഗരിതമിക് ഫങ്ഷൻ. പിന്നെ കോംപ്ലെക്സ് ട്രിഗണോമെട്രിക് ഫങ്ഷനും കോംപ്ലെക്സ് ഹൈപ്പർബോളിക് ഫങ്ഷനും. ഈ 4 ഫങ്ഷൻസുമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. So first complex exponential function. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനിൽ നമുക്ക് e raised to z, നമുക്ക് റിയൽ ഒരു എക്സ് ഒരു റിയൽ നമ്പർ ആണെങ്കിൽ ഇ റേസ് ടു എക്സിൻ്റെ ബിഹേവിയർ അറിയാം. അതെന്താ, ഇ റേസ് ടു എക്സ് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. ആൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് എന്താ, ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഈ ബിഹേവിയർ നമുക്ക് അറിയാം. ഇതിൻ്റെ ഡൊമെയിൻ എന്താ, -∞ ആണ്, റേഞ്ച് 0 to ∞ ആണ്. പക്ഷെ അത് ഇവിടുത്തെ എക്സ് അതൊരു കോംപ്ലെക്സ് നമ്പറായി മാറിയാൽ ഈ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ബിഹേവിയർ എങ്ങനെ മാറും നോക്കുന്നേ. ഒന്ന്, z is equal to x plus iy ആണെങ്കിൽ e raised to z എന്താ, e raised to x plus iy. ഇതിനെ e raised to x into e raised to iy എന്ന് പറഞ്ഞൂടെ. e raised to x into ഇതെന്താ, ഓയിലേഴ്സ് ഫംഗ്ഷൻ അനുസരിച്ച്, ഓയിലേഴ്സ് ഇക്വേഷൻ അനുസരിച്ച് cos y plus i sin y ഇതാണ് നമ്മൾ e raised to z-ൻ്റെ. e raised to z-നെ നമ്മൾ റിയൽ വേരിയബിളിലേക്ക് പറയാം. ഇതെന്താ, ഇതൊരു റിയൽ വേരിയബിൾ ഫംഗ്ഷൻ, ഇതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. ആൻഡ് ഒരു കോംപ്ലെക്സ് ഫംഗ്ഷൻ ഫസ്റ്റ് കിട്ടി നമ്മൾ എന്താ നോക്കുക, അത് അനലിറ്റിക് ആണോ നോക്കും. അനലിറ്റിക് ആണോ അത് നോക്കണമെങ്കിൽ നമ്മൾ ദ നെസസറി കണ്ടീഷൻസ് ഓഫ് അനലിറ്റിസിറ്റിയിൽ എന്താ പറയുന്നത്, അത് ഫസ്റ്റ് ഓർഡർ ആയിരിക്കണം. ഇത് നമുക്ക് എന്താക്കാം, യു ഓഫ് എക്സ് വൈ എഴുതിക്കൂടെ. യു ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിയൽ പാർട്ട്, അപ്പോൾ ഇ റേസ് ടു എക്സും ഇൻറ്റു കോസ് വൈ. വി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇമാജിനറി പാർട്ട്, വൈൻ്റെ കൂടെ ആൾ, അപ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ. അപ്പോൾ നെസസറി കണ്ടീഷൻ ഓഫ് അനലിറ്റിസിറ്റി പറയുന്നത് യു ഓഫ് എക്സ് വൈയും വി ഓഫ് എക്സ് വൈയും കണ്ടിന്യൂസ് ആയിരിക്കണം. അതിൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവും കണ്ടിന്യൂസ് ആയിരിക്കണം. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് യു എക്സ് എന്താ, യു എക്സ് ഇസ് ഈക്വൽ ടു ഇതിനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇ റേസ് ടു എക്സ് കോസ് വൈ. യു വൈ എന്ന് പറഞ്ഞാൽ കോസ് വൈനെ മൈനസ്, അപ്പോൾ മൈനസ് ഇ റേസ് ടു എക്സ് സൈൻ വൈ. ഇവിടെ വി എക്സ് എന്താ, ഇ റേസ് ടു എക്സ് സൈൻ വൈയും വി വൈ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് കോസ് വൈ. ആൻഡ് ഇറ്റ് ഷുഡ് satisfies the Cauchy-Riemann equation. Cauchy-Riemann equation എന്ന് പറഞ്ഞാൽ യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ. ഇവിടെ യു എക്സ് ഇസ് ഈക്വൽ വി വൈ ആണോ, യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആണ്. ആൻഡ് വി എക്സ് ഇസ് ഈക്വൽ ടു വി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് യു വൈ. ഈ സാറ്റിസ്ഫൈസ് ദ Cauchy-Riemann equation. സോ ഇത് അനലിറ്റിക് ആണ്. അനലിറ്റിക് എവിടെ, ദ ഹോൾ കോംപ്ലെക്സ് പ്ലെയിനിൽ അനലിറ്റിക് ആണ്. അപ്പോൾ ഇ റേസ് ടു സെഡ് ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആണ്. ഇനി ഇ റേസ് ടു സെഡ് ഒരു കോംപ്ലെക്സ് ഫംഗ്ഷൻ ആണ്, നമുക്കറിയാം. ഇ റേസ് ടു സെഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ. ഇത് നമുക്കൊരു റിയൽ ഫംഗ്ഷൻ ആക്കി എപ്പോഴാണ് മാറ്റാൻ പറ്റുക, ഈ പാർട്ട് ഇത് 1 ആവുമ്പോൾ ഇതെന്താവും, ഇത് ഇ റേസ് ടു എക്സ് മാത്രമായി മാറും. അപ്പോൾ ഇതിൻ്റെ ഇമാജിനറി പാർട്ട് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇപ്പം വൈ 0 കൊടുത്താൽ y is equal to 0, അങ്ങനെയാണെങ്കിൽ z is equal to x plus iy എന്നുള്ളത് വെറും എക്സ് എന്നാവും. കോസ് 0 എന്താ 1, സൈൻ 0 0, അപ്പോൾ ഇത് 1 ആയി. അപ്പോൾ എന്താ, ഇ റേസ് ടു എക്സ് ആയി മാറി. അപ്പം ഇമാജിനറി പാർട്ട് 0 കൊടുക്കുമ്പോൾ നമ്മൾ കോംപ്ലെക്സ് ഫംഗ്ഷൻ എന്താവും, റിയൽ ഫംഗ്ഷൻ ആയിട്ട് റെഡ്യൂസ് ആയി മാറും. ഇനി നോക്കണ്ടേ, ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് എന്താ, ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു സെഡ് എന്താ,
അതാണ് നോക്കണ്ടേ. അപ്പം d/dz ഓഫ് ഇ റേസ് ടു സെഡ് ആണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഡോ/ഡോ എക്സ് ഓഫ് യു പ്ലസ് ഐ ഇൻറ്റു ഡോ/ഡോ എക്സ് ഓഫ് വി. അപ്പോൾ യു അറിയാം, ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ. ഇ റേസ് ടു എക്സിൻ്റെ കോസ് വൈ ചെയ്താൽ ഇ റേസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് സൈൻ വൈ. അതെന്താ? ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ. ദിസ് ഇസ് ദ ഇ റേസ് ടു സെഡ്. അപ്പോൾ d/dz ഓഫ് ഇ റേസ് ടു സെഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇ റേസ് ടു സെഡ് തന്നെയാണ് കിട്ടുന്നത്. അപ്പം റിയലിൽ കാണിക്കുന്ന അതേ ബിഹേവിയർ തന്നെ കോംപ്ലക്സിലും ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കാണിക്കുന്നുണ്ട്. ഇനി നോക്കേണ്ടത് ഈ പോർഷനിൽ മോഡുലസ് ആണ്. ഇ റേസ് ടു സെഡിൻ്റെ മോഡ് എന്താ? ഈ ഇക്വേഷൻ്റെ മോഡ് കണ്ടാൽ മതി. അപ്പോൾ റൂട്ട് ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ ദി ഹോൾ സ്ക്വയർ. ഇ റേസ് ടു എക്സിൻ്റെ സ്ക്വയർ ചെയ്താൽ ഇ റേസ് ടു 2x. ഇ റേസ് ടു 2x ഇൻറ്റു ഇവിടെ കോസ് സ്ക്വയർ വൈ ഉണ്ട്, സൈൻ സ്ക്വയർ വൈ ഉണ്ട്. അപ്പോൾ കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ സ്ക്വയർ വൈ ഈക്വൽ ടു ഇതെന്തായി? ഇത് 1 ആയി. ബാക്കി റൂട്ട് ഇ റേസ് ടു 2x ആണല്ലേ. ഇ റേസ് ടു 2xൻ്റെ റൂട്ട് എന്താ? ഇ റേസ് ടു എക്സ് ആണ്. അപ്പം ഇ റേസ് ടു സെഡിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ആണ്. ഇനി ആ ഭാഗത്തുള്ളത് അതിൻ്റെ കോൺജുഗേറ്റാണ്, ആർഗ്യുമെൻറ്റും കോൺജുഗേറ്റും. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ വലിയ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു സെഡ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഹോൾ കോൺജുഗേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഇ റേസ് ടു സെഡ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ. അതിൻ്റെ ഹോൾ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് കോസ് വൈ, ഐന് തൊട്ട് മുന്നേ ഉള്ളത് നെഗറ്റീവ് ആവും, മൈനസ് ഇ റേസ് ടു എക്സ് സൈൻ വൈ. ഇതിനെങ്ങനെയാണ് പറയുക? കോസ് ഒരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇ റേസ് ടു എക്സ് കോസ് മൈനസ് വൈ എന്ന് പറഞ്ഞൂടെ. ആൻഡ് മൈനസ് ഇ റേസ് ടു എക്സ് ആൻഡ് സൈൻ ഒരു ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ സൈൻ വൈ എന്താ? സൈൻ മൈനസ് വൈ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ വൈ ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് ആക്കിയിട്ട് ഇ റേസ് ടു എക്സ് സൈൻ മൈനസ് വൈ എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ലല്ലോ. ഈ നെഗറ്റീവിന് ഇങ്ങോട്ടെടുത്തപ്പോൾ ഇങ്ങനെ ഇതാണ് ഇവിടെ നമ്മളെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി വരുന്നത്. അപ്പം ഇതെന്താ? ഇത് ഇ റേസ് ടു എക്സ് മൈനസ് ഐ വൈ അല്ലേ. എക്സ് മൈനസ് ഐ വൈ എന്നും ഇ റേസ് ടു സെഡ് കോൺജുഗേറ്റ്. അപ്പോൾ ഇ റേസ് ടു സെഡിൻ്റെ ഹോൾ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു സെഡ് കോൺജുഗേറ്റ് ആണ്. ഇനി നമുക്ക് റിയലിൽ കാണുന്ന സാധാ ഐഡൻറ്റിറ്റീസ് ഏതൊക്കെയാണ്? ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു ബി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ പ്ലസ് ബി. ഇവിടെ കോംപ്ലക്സ് ആണ്. ഇ റേസ് ടു സെഡ് വൺ ഇൻറ്റു ഇ റേസ് ടു സെഡ് ടു ആണ്. എന്താ? ഇ റേസ് ടു സെഡ് വൺ പ്ലസ് സെഡ് ടു ആണ്. ഇനി ഇ റേസ് ടു സെഡ് വൺ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു സെഡ് ടു ആണെങ്കിലോ ഇ റേസ് ടു സെഡ് വൺ മൈനസ് ഇ റേസ് ടു സെഡ് ടു ആണ്. ഇനി ഇവിടെ ഇ റേസ് ടു എ ഹോൾ റേസ് ടു ബി എന്താ? ഇ റേസ് ടു എ ബി ആണ്. ഇവിടെ ഇ റേസ് ടു സെഡ് ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എൻ സെഡ് ആണ്. ഇത് നമുക്ക് ഈ ഇക്വേഷനിലെ ഇ റേസ് ടു സെഡിൻ്റെ ഇക്വേഷൻ ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ, ആ ഇക്വേഷൻ വെച്ചിട്ട് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി റിയലിലെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും കോംപ്ലക്സിലെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും തമ്മിൽ മെയിൻ ഡിഫറൻസ് വരുന്നത് അതിൻ്റെ പീരിയോഡിസിറ്റിയിലാണ്. കാരണം ഇ റേസ് ടു സെഡ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ ആണ്. അപ്പോൾ ഇ റേസ് ടു എക്സ് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ അല്ല. പക്ഷെ കോസ് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്, സൈനും ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനും ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പം ഇ റേസ് ടു സെഡും ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരീഡ്
ഇതിൻ്റെ കോസിൻ്റെ പീരീഡ് 2π, സൈൻ്റെ പീരീഡും 2π. പക്ഷേ e⁻z പീരീഡ് 2π ആയി. അപ്പോൾ ഇതാണ് മെയിൻലി ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എക്സ്പോണൻഷ്യലിൻ്റെ ഭാഗത്തുനിന്ന് പഠിക്കേണ്ടത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ നമുക്കൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. z is equal to 2 minus π/3 i. ഇതിനെ e⁻z എക്സിൻ്റെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കാണണം. വിത്ത് അത് ഏത് ഫോമിൽ, a + ib ഫോമിൽ കിട്ടണം. നമുക്ക് e⁻z എന്താ? അപ്പോൾ e⁻2 minus π/3 i എന്ന് പറഞ്ഞാൽ e⁻x. അപ്പം e⁻2 ഇൻറ്റു cos minus π/3 plus i sin minus π/3 ഈ സ്ക്വയർ. cos minus π/3 പറഞ്ഞാൽ cos minus x cos x തന്നെ. അപ്പോൾ cos π/3 1/2 sin minus π/3 പറഞ്ഞാൽ sin minus x minus sin x. അപ്പോൾ മൈനസ് i ഇൻറ്റു √3/2. നമുക്ക് എങ്ങനെ എഴുതാം? ഈ സ്ക്വയർ 1/2 ഈ സ്ക്വയർ മൈനസ് i ഇൻറ്റു √3/2 ഈ സ്ക്വയർ. ഇനി അടുത്തത് കോംപ്ലക്സ് ലോഗരിതമിക് ഫംഗ്ഷനാണ്. ലോഗരിതമിക് ഫംഗ്ഷൻ ഈ ഭാഗത്ത് സിമ്പിളായിട്ട് നമ്മൾ ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. log z is equal to log to the base e mod z plus i into argument of z. ഈ log z എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ കോംപ്ലക്സ് ലോഗരിതമിക് ഫംഗ്ഷൻ. പക്ഷേ ഇത് പറഞ്ഞാൽ മോഡ് z ഏതൊരു കോംപ്ലക്സ് നമ്പർ എടുത്താലും z is equal to x plus iy എടുത്താലും അതിൻ്റെ മോഡ് എന്താ? √(x²+ y²) ആണ്. ഇത് എപ്പോഴും ഒരു റിയൽ നമ്പർ ആയിരിക്കും. റിയൽ നമ്പറിൽ ലോഗ് ചെയ്യുന്നത് അതൊരു നമ്മൾ സാധാരണ ഫംഗ്ഷൻ അല്ലേ, ലോഗ് ഫംഗ്ഷൻ അല്ലേ. അതാണ് ലോഗ് LOG to the base e എന്ന് പറഞ്ഞാൽ അത് റിയലിലുള്ള ലോഗ് ഫംഗ്ഷനാണ്. ഈ പ്ലസ് i ഇൻറ്റു ആർഗ്യുമെൻ്റ് ഓഫ് z. ആർഗ്യുമെൻ്റ് ഓഫ് z എന്ന് പറഞ്ഞാൽ എന്താ? tan ഇൻവേഴ്സ് y/x ആണ്. ഇതാണ് z എങ്കിൽ അതിൻ്റെ ആർഗ്യുമെൻ്റ് പറഞ്ഞാൽ tan ഇൻവേഴ്സ് y/x. ഇവിടെ ജസ്റ്റ് ക്വസ്റ്റ്യൻ വരിക, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എന്ന് പറഞ്ഞിട്ടാ. അപ്പം ഇവിടുത്തെ ക്വസ്റ്റ്യൻ ലോഗ് മൈനസ് e i കാണാനൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. അതെന്താ? ഈ ഇക്വേഷൻ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ലോഗ് ടു ദ ബേസ് ഇ മോഡ് മൈനസ് e i പ്ലസ് i ഇൻറ്റു ആർഗ്യുമെൻ്റ് ഓഫ് z. ഓക്കെ, നമുക്ക് കാണാം ഇ ഐൻ്റെ മോഡ് മൈനസ് ഇ ഐൻ്റെ മോഡ് പറഞ്ഞാൽ ഇതെന്താ? 0 മൈനസ് ഇ ഐ ആണ്. അപ്പോൾ അതിൻ്റെ മോഡ് പറഞ്ഞാൽ √0² വേണ്ട, പിന്നെ മൈനസ് e², മൈനസ് e ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് മൈനസ് ഇൻ്റെ സ്ക്വയർ ചെയ്താൽ e², അപ്പോൾ √e തന്നെ. ഇനി ആർഗ്യുമെൻ്റ് കാണണമെങ്കിൽ tan ഇൻവേഴ്സ് ഓഫ് y/x. y എന്താ ഇവിടെ? മൈനസ് e/x എന്താ? 0, മൈനസ് e/0. അപ്പോൾ tan ഇൻവേഴ്സ് ഇൻഫിനിറ്റി ആവും, അത് π/2. അപ്പോൾ ഇവിടുത്തെ ആൻസർ ലോഗ് മൈനസ് ഇ ഐ എന്ന് പറഞ്ഞാൽ ലോഗ് ടു ദ ബേസ് ഇ തന്നെ, ഇ പ്ലസ് i ഇൻറ്റു π/2. ഇവിടെ അല്ലേ മൈനസ് e/0 അല്ല, അപ്പോൾ അത് മൈനസ് ഇൻഫിനിറ്റി എന്നുള്ളത്. അപ്പോൾ tan ഇൻവേഴ്സ് മൈനസ് ഇൻഫിനിറ്റി പറഞ്ഞാൽ മൈനസ് π/2, ഇത് മൈനസ് π/2. ലോഗ് ടു ദ ബേസ് ഇ എന്താ? 1 മൈനസ് π/2 i. ഇനി എലമെൻ്ററി ഫംഗ്ഷൻസിലെ മൂന്നാമത്തെ തരം ഫംഗ്ഷൻ കോംപ്ലക്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. നമുക്ക് ഓയിലേഴ്സ് ഇക്വേഷൻ അനുസരിച്ച് e⁻ix എന്താ? cos x പ്ലസ് i sin x. e⁻−ix എന്താ? cos x മൈനസ് i sin x. ഇവിടെ നമുക്ക് e⁻iz കണ്ടൂടെ? അപ്പോൾ cos z പ്ലസ് i ഇൻറ്റു sin z
ഇ റേസ് ടു മൈനസ് ഐ സെഡ് എന്ന് പറഞ്ഞാൽ കോസ് സെഡ് മൈനസ് ഐ ഇൻറ്റു സൈൻ സെഡ്. ഈ രണ്ട് ഇക്വേഷൻസും ഇതും ആഡ് ചെയ്താൽ എന്താ കിട്ടുക? ആഡ് ചെയ്താൽ ഐ സൈൻ സെഡും മൈനസ് ഐ സൈൻ സെഡും ക്യാൻസൽ ആയിപ്പോവും. ബാക്കി 2 കോസ് നോക്കാം. ഇ റേസ് ടു ഐ സെഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ഇസ് ഈക്വൽ ടു കോസ് സെഡ് പ്ലസ് കോസ് സെഡ് എന്നാവും. അപ്പോൾ 2 കോസ് സെഡ്. അപ്പോൾ കോസ് സെഡിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്താം? ഇ റേസ് ടു ഐ സെഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ബൈ 2. ഇനി ഈ രണ്ട് ഇക്വേഷൻസും മൈനസ് ചെയ്ത് നോക്കിയാലോ. അപ്പം കോസ് സെഡ് മൈനസ് കോസ് സെഡ് പോയി. അപ്പോൾ ഇ റേസ് ടു ഐ സെഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ഇസ് ഈക്വൽ ടു ഐ സൈൻ സെഡ് മൈനസ് ഐ സൈൻ സെഡ്. അപ്പോൾ 2i സൈൻ സെഡ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് സൈൻ സെഡ് കിട്ടണമെങ്കിൽ ഇ റേസ് ടു ഐ സെഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ഡിവൈഡ് ബൈ 2i. ഇതാണ് കോംപ്ലക്സിൽ ഈ രണ്ട് സൈൻ സെഡിൻ്റെയും കോസ് സെഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ടാൻ സെഡിൻ്റെ ഇക്വേഷൻ സുഖമായിട്ട് കണ്ടുപിടിച്ചൂടെ? ടാൻ സെഡ് പറഞ്ഞാൽ സൈൻ സെഡ് ബൈ കോസ് സെഡ്. അപ്പം ഇതിന് രണ്ടിനും ഡിവൈഡ് ചെയ്താൽ ഇതും 2ഉം ക്യാൻസൽ ആയിപ്പോവും. പിന്നെ ബാക്കി ഇ റേസ് ടു ഐ സെഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ഇ റേസ് ടു ഐ സെഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ്. അങ്ങനെ കോട്ട് കാണാം. ഈ ടാൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. സീക്ക് കാണാം സൈനിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. കൊസീക്ക് കാണാം കോസിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. ഇനി കോംപ്ലക്സ് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഇല്ലേ? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള അത് ഇവിടെയും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈൻ സ്ക്വയർ സെഡ് പ്ലസ് കോസ് സ്ക്വയർ സെഡ് ഇസ് ഈക്വൽ 1 ആണ്. ടാൻ സ്ക്വയർ സെഡ് പ്ലസ് 1 ഇസ് ഈക്വൽ സീക്ക് സ്ക്വയർ സെഡ്. പിന്നെ കോട്ട് സ്ക്വയർ സെഡ് പ്ലസ് 1 കൊസീക്ക് സ്ക്വയർ സെഡ് ആണ്. അങ്ങനെ അതൊക്കെ മെജോറിറ്റി ഓഫ് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസും റിയലുള്ള ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസും കോംപ്ലക്സിൽ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെയാണ് അത് മെജോറിറ്റി എന്നാണ് പറഞ്ഞത്. എവിടെയാണ് മാറ്റമുള്ളതെന്ന് വെച്ചാൽ സൈനിൻ്റെ വാല്യൂ -1ൻ്റെ ഇടയിലല്ലേ റിയലിൽ നിൽക്കുക. എക്സ് ഒരു റിയൽ നമ്പർ ആണെങ്കിൽ അതിൻ്റെ റേഞ്ച് എവിടെയാണ്? -1നും 1നും. നമുക്ക് സൈൻ എക്സിന് മോഡ് സൈൻ എക്സിന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, കോസിനും അങ്ങനെ തന്നെ പറഞ്ഞൂടെ? പക്ഷേ കോംപ്ലക്സിൽ എത്തുമ്പം സൈനിൻ്റെയും കോസിൻ്റെയും വാല്യൂ -1ൻ്റെയും 1ൻ്റെയും ഇടയിലല്ല നിൽക്കുക. ഇനി കോസ് എക്സിൻ്റെയും സൈൻ എക്സും ഒരു പീരിയോഡിക് ഫംഗ്ഷൻ അല്ലേ വിത്ത് പീരീഡ് 2π. അത് ഇവിടെ എത്തുമ്പം കോസ് സെഡും സൈൻ സെഡും പീരിയോഡിക് ഫംഗ്ഷൻസ് തന്നെയാണ് വിത്ത് പീരീഡ് 2π ഐയും കൂടെ ഉണ്ട് എക്സ്ട്രാ. ഇവിടെ മെയിനായിട്ട് ആ പോർഷൻ തന്നെയാണുള്ളത്. ഇനി അടുത്ത് ഏറ്റവും ലാസ്റ്റത്തത് കോംപ്ലക്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. കോംപ്ലക്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സൈൻ എച്ച് സെഡ് എന്താ? ഇ റേസ് ടു സെഡ് മൈനസ് ഇ റേസ് ടു മൈനസ് സെഡ് ഡിവൈഡഡ് ബൈ 2. കോസ് എച്ച് സെഡോ ഇ റേസ് ടു സെഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് സെഡ് ഡിവൈഡഡ് ബൈ 2. ഇനി ട്രിഗണോമെട്രിക് ഫംഗ്ഷനും ഹൈപ്പർബോളിക് ഫംഗ്ഷനും എങ്ങനെ റിലേഷൻ കൊണ്ടുവരിക? സൈൻ എച്ചിനും സൈനിനും നമുക്ക് റിലേഷൻ കൊണ്ടുവന്നാൽ സൈൻ എച്ച് ഓഫ് ഐ സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഇക്വേഷനിലേക്ക് നേരെ ഇട്ട് കൊടുത്താൽ മതി. ഇ റേസ് ടു ഐ സെഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ഡിവൈഡഡ് ബൈ 2. ഇതിനെ മുകളിലും താഴെയും ഒരു ഐനെ മൾട്ടിപ്ലൈയും ചെയ്യുക ഡിവൈഡും ചെയ്യുക. ഇവിടെ ഐ ഇൻറ്റു ഇ റേസ് ടു ഐ സെഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ സെഡ് ഡിവൈഡ് ബൈ 2i എഴുതി. ഇതെന്താ? ഇതല്ലേ നമ്മളെ സൈനിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഐ ഇൻറ്റു സൈൻ സെഡ് എന്നാക്കാം. ഇതുപോലെ തന്നെ കോസ് എച്ച് ഐ സെഡിൽ കണ്ടുപിടിച്ചിട്ട് മുകളിലും താഴെയും കോസ് എച്ച് ഐ സെഡിൻ്റെ ഇക്വേഷൻ തന്നെയാണ് നമ്മളെ കോസ് സെഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ സൈൻ എച്ച് ഐ സെഡ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു സൈൻ സെഡ് കോസ് എച്ച് ഐ സെഡ് ഇസ് ഈക്വൽ ടു കോസ് സെഡ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഈ റിലേഷൻസ്.